ഞാൻ ശ്രദ്ധിച്ച് പോത്തനം കേട്ടിട്ട് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നല്ലേ, വേണം കേട്ടോ പഠിച്ചോ അങ്ങനെ പോയി. പക്ഷെ ബേസിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും, അല്ല ഓവറായിക്കോ, ഓവറായാൽ കുഴപ്പമില്ല, ഓവർ ആയാൽ തോന്നൂല എന്നൊക്കെ പറഞ്ഞിട്ട് ബേസിൽ അങ്ങനെ കംഫർട്ടബിൾ ആക്കും. ഹിന്ദി അറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ടോമി പറഞ്ഞൊരു ഒറ്റ വാക്കിന്റെ ഉത്തരം, ബേസിൽ സിനിമ അറിയാലോ എന്ന്. കറക്റ്റ് ആൻസർ ആയിരുന്നു, അത് പെർഫെക്റ്റ് ആൻസർ ആയിരുന്നു. എത്ര സീരിയസ് ആയിട്ട് ചെയ്താലും ഇപ്പൊ മാറാലഹൊക്കെ പറയുമ്പോഴും രാജേഷേട്ടൻ പറയുന്നത് കോൺസ്റ്റബിൾ പറയുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടാണല്ലോ, പക്ഷെ ഞങ്ങൾക്കാണല്ലോ തമാശ. എനിക്ക് വില്ലൻ വേഷമൊക്കെ ചെയ്യാനുള്ളതാ. സുമി ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നു പോയൊരു ജീവൻ പോലെ ഗ്ലിംസസ് ഓഫ് റൊമാൻസ്, നന്ദലാല ഹോയ് നന്ദലാല അതൊക്കെ കളിച്ചിരുന്നു. നിന്ന് ചിരിക്കാല, ഇരുന്നിട്ടല്ലേ ചിരിക്കാൻ പറ്റും. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ വിട്ടത്. സന്തോഷമുണ്ട്, നല്ലോണം സന്തോഷമുണ്ട്. മുമ്പല്ലേല് ഒന്നും അറിയാത്ത ഞാൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ ക്യാരക്ടറിലൂടെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. ഇനി ഫോട്ടോയിൽ എടുക്കാൻ വിളിക്കുന്ന സമയത്ത് ചമ്മല് ഫീൽ ചെയ്യും. ചിലപ്പോൾ ഞാൻ ഒരിക്കലും എന്നെ തന്നെ വിളിക്കുന്നത്, ഞാൻ ബേക്കോട്ടെല്ലാം നോക്കും. സാമ്പത്തികമായിട്ട് അങ്ങനെ പിന്നെ ഒന്നുമില്ലാത്ത ഒരു ഫാമിലിയാണ്. അച്ഛൻ മാത്രം ജോലി ചെയ്തിട്ടുള്ള വരുമാനമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അമ്മക്ക് കാസർഗോഡിൽ നിന്ന് പുറത്തൊരു ലോകമുണ്ടെന്നേ അറിയില്ല എന്നുള്ള പോലെയാണ് അമ്മ. അച്ഛൻ എങ്ങനെയോ അച്ഛൻ കുറച്ച് സെൻസിബിളായിട്ട് തന്നെയാണ് നമ്മളോട് പെരുമാറിയിട്ടുള്ളത്, മക്കളുടെ കാര്യത്തിലൊക്കെ ഇടപെട്ടിട്ടുള്ളത്. അച്ഛൻ ഒരു ദിവസം എന്നോട് പറഞ്ഞിരുന്നു, മറ്റേ അതുവരെ സഹിച്ചു, ഭയങ്കരമായിട്ട് സഹിച്ചു. അവസാന ഒരു ഘട്ടത്തിൽ പറഞ്ഞു, ഇത് ഇങ്ങനെ പോയാൽ പറ്റുമെന്ന് തോന്നില്ല, എനിക്ക് തീരെ പറ്റാണ്ടായി ജോലി ചെയ്യാൻ, നീ എന്തെങ്കിലും നോക്കിയാലേ ശരിയാവുള്ളൂ. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. കാര്യം സുരേഷ് ഏട്ടന്റെയും സുമലത ടീച്ചറുടെയും പ്രണയം ഭയങ്കര ഹിറ്റ് ആയിരുന്നെങ്കിലും അത് വെച്ചിട്ട് സിനിമ വരുന്ന സത്യമായിട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അതിപ്പോ സപ്പോസ് ഹിറ്റ് ആയില്ലായിരുന്നു എന്ന് വിചാരിക്കുക, അതായത് ഇത്രയും നോട്ടീസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് സിനിമ ഉണ്ടാവോ? ഇല്ല, അത് അത്ര ഹിറ്റ് ആയതുകൊണ്ട് മാത്രം ഇറക്കിയതാണ്. ഹിറ്റ് ആയതുകൊണ്ടാണ് ഈ സിനിമ ഉണ്ടായത്. അതെ, നൈസ്. സുരേഷ് ചേട്ടൻ ഇപ്പോഴും നല്ല കെയറിംഗ് ഒക്കെ തന്നെയാണോ? സുരേഷ് ഏട്ടൻ മാത്രല്ല, രതീഷ് ഏട്ടനും എല്ലാരും നല്ല കെയറിംഗ് ആണ് സൈഡിൽ കൂടെ ഡയറക്ടർ. അപ്പൊ എന്തായാലും സുരേഷ് ചേട്ടനും സുമലത ടീച്ചർക്കും മൈൽ സ്റ്റോൺ മേക്കേഴ്സിലേക്ക് സ്വാഗതം. രാജേഷ് ചേട്ടാ, ചിത്ര, വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഇതിന്റെ പേരുണ്ടല്ലോ, പേര് പറയാൻ ഭയങ്കര പാടാ. അതായത് സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. ഇത് ഫുള്ള് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് കിട്ടിയേക്കുന്ന 30 മിനിറ്റ് ഇത് പറഞ്ഞു തന്നെ തീരും. ഇതിനൊരു ഷോർട്ട് ഫോം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, സുസു. ഓ, അത് സുരേഷ് സുമലതയും സുധാകരനും അല്ലേ? അങ്ങനെ തെറ്റിദ്ധാരണകൾ ഉണ്ട് പലർക്കും. പക്ഷെ അതങ്ങനെയല്ല, ഞാൻ സമ്മതിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, ഫസ്റ്റത്തെ ഓഡീഷൻ ചെയ്തത് രാജേഷേട്ടനല്ലേ? അല്ലേ? അല്ല, ഈ നത്താൻ കേസുകൊണ്ട് ഫസ്റ്റ് ഓഡീഷൻ ചെയ്ത് രാജേഷേട്ടനാണ്. അപ്പൊ അതിന് മുമ്പ് വേറെ ഓഡീഷൻസ് മുമ്പേ കുറെ ലൊട്ടിലൊടുക്ക് ഓഡീഷൻ എല്ലാം ഞാൻ പോയിട്ടുണ്ട്, പെട്ടിട്ടും ഉണ്ട്. ആണല്ലേ? വലിയൊരാള് ആദ്യമായിട്ട് ഓഡിഷൻ ചെയ്തത് ഞാനാണെന്ന്. അത് ഭയങ്കര രാശിയായി പോയില്ലേ? അന്ന് എന്താ 1000 കണ്ണുമായി പാട്ടാണോ പഠിപ്പിച്ചത്? അന്ന് 1000 കണ്ണുമായി പാട്ട് പഠിപ്പിച്ചു. പാടിയാലോ? നമുക്ക് പാടി തുടങ്ങിയാലോ? രാജേശ്വരൻ പാടോ? രാജേശ്വരൻ നന്നായിട്ട് പാടും, വീഡിയോ എന്റെ ഉണ്ട്. സിനിമ ഒന്ന് ഇറങ്ങട്ടെ, സിമ്പിൾ ആയിട്ട് രണ്ടുപേരും കൂടെ പാടി തുടങ്ങിയാലോ? ഐശ്വര്യായിട്ട് പാട് രാജേശ്വരൻ, യു ക്യാൻ ഡു ഇറ്റ്. ആദ്യം തന്നെ ഇങ്ങനെ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിൽ ഒരു തോന്നില്ല എന്നും. എന്നാ പിന്നെ പാടാം. ഇതിപ്പോ നല്ല ശീലമായില്ലേ? ഇപ്പൊ നമ്മൾ എത്രാമത്തെ ഇന്റർവ്യൂവിന് ഇരിക്കണേ? ഇപ്പൊ എക്സ്പേർട്സ് ആയില്ലേ? അതെ, ഈ പാട്ട് ഞങ്ങൾ പഠിച്ചു, പാടി പാടി. അതാണ്. അപ്പൊ തുടങ്ങിക്കോ. 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും. അതെന്തോ ഒരു നാണൊക്കെ ടെമ്പോ കയറി പോയി. ഞാനിവിടെ സംഗതിയിലുണ്ട്. അത്രേ ഫസ്റ്റത്തെ ഈ സേവ് ദ ഡേറ്റ് വീഡിയോ വന്നില്ലേ, എത്ര കോൾസ് വന്നു? നിങ്ങൾ കല്യാണം കഴിക്കാണോ എന്ന് ചോദിച്ചിട്ട്? കുറച്ചധികം വന്നിട്ടുണ്ട്, കുറച്ചധികം മെസ്സേജുകള്, കോളുകള്.
എല്ലാം വന്നിട്ടുണ്ട്. അതില് ഭയങ്കര രസമുള്ള ചില സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, ഭയങ്കര രസമുള്ള എന്തെങ്കിലും ഒരു സാധനം കൂട്ടത്തില് ചേട്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആലോചിച്ചു എന്ന് വിചാരിക്കുന്ന ചില സാധനങ്ങൾ ഉണ്ടാവല്ലോ. എന്നോട് പിന്നെ സിനിമയിൽ തന്നെയുള്ള ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, ആരാണെന്ന് പറയാൻ പറ്റില്ല, പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു, നന്നായി, ഞാൻ സിനിമ കാണുമ്പോൾ തന്നെ വിചാരിച്ചിരുന്നു നന്നായിടാ മക്കളെ എന്ന്. സത്യത്തിൽ ഇതാട്ടോ ഞങ്ങള് വിചാരിച്ച നന്നായി ഉള്ളു, ഇവര് നല്ല ചേർച്ചായിരുന്നു. പക്ഷെ അത് ഭയങ്കര പറ്റിപ്സ് ആയിരുന്നു. അത്ര നേരത്തെ അത് ഇറക്കിയത് ഞങ്ങളെ കൺഫ്യൂസ് ആക്കാനല്ലേ. അതില് പിന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുരേഷനും സുമലതയും ആണ് സേവ് ദ ഡേറ്റ്, ഇന്ന ഡേറ്റ് ആണ്, തൊട്ടടുത്ത ഡേറ്റിലാണ് ഇത്. അന്ന് പക്ഷെ മെയ് 29th എന്നല്ലേ പറഞ്ഞിരുന്നേ? അന്നാ സേവ് ദ ഡേറ്റ് വീഡിയോയിൽ ഉണ്ടായിരുന്നു. പൂജേന്റെ ഡേറ്റ് ആയിരുന്നു അത്. പൂജന്റെ ഡേറ്റ് ആണ് അന്നാണ് അനൗൺസ് ചെയ്തത് നമ്മൾ എന്താണെന്നുള്ളത്. അതിന്റെ ഡേറ്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രാജേഷേട്ടൻ നന്നൊരു ഡാൻസ് കളിക്കും രാജേഷേട്ടാ. പിന്നെ അത്യാവശ്യത്തിന് ശരിക്കുമല്ലോ അതിന്റെ താഴത്തുള്ള കുറെ കമന്റുകളില് ഒരെണ്ണം ഉണ്ടായിരുന്നു, ആക്ച്വലി ഐ എം ഇമാജിനിങ് ഹിം ഇൻ മറ്റേ പാട്ടുണ്ടല്ലോ നമ്മുടെ ഏതാ സോബിന്റെ ഭീഷ്മോർവത്തിലെ പാട്ട്, ആ പാട്ടിൽ ഈ പുള്ളി ഡാൻസ് ചെയ്തൊക്കെ ഇടുമായിരിക്കുന്നു. കാരണം പുള്ളിയുടെ മൂവ്മെന്റ്സ് ഒക്കെ നോക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു പുള്ളി ഏതോ ആ കമന്റ് ചെയ്തേക്കുന്ന ആളെ ഏതോ ഒരു ഡാൻസ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അമലേട്ടനെ അന്ന് തീർത്തേനെ എന്നെ അതില് ഞാൻ ഡാൻസ് ചെയ്യാൻ പോയി. ഞാൻ പ്രത്യേകിച്ച് ചെയ്ത് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. പക്ഷെ ഡാൻസ് ചെയ്യൂല്ലേ? ഡാൻസ് പിന്നെ പണ്ട് മറ്റേ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മറ്റേ നന്ദലാല ഹൊയ് നന്ദലാല അതൊക്കെ കളിച്ചിരുന്നു. അതൊക്കെയാണ് ഡാൻസിലുള്ള പാരമ്പര്യം, കലാപാരമ്പര്യം. ഭയങ്കര രസമാണ്. ആ സേവ് ദ ഡേറ്റിന്റെ വീഡിയോയിലാണെങ്കിൽ കാണിക്കുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഭയങ്കര രസമുണ്ട്. ഞാൻ പിന്നെ ഓൾറെഡി കലാമണ്ഡലത്തിൽ ഇങ്ങനെ ഡാൻസർ ആയതുകൊണ്ട് ആ ഡാൻസ് ഒക്കെ ഞങ്ങൾ കണ്ടു ഞങ്ങള് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാ ചെയ്തത്. പക്ഷെ നന്നായിണ്ട്, നല്ല രസം, നല്ല രസം. അത് കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടിയുള്ള കോംബോ. ഇതില് ഇപ്പൊ നമ്മള് സുമലതയായിട്ട് ഇപ്പൊ ഇതിന്റെ നമ്മുടെ കാസ്റ്റിംഗ് ഡയറക്ടർ ആയിട്ടേ ആളെ നോക്കുമ്പോ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പം ചിത്ര തന്നെ ഏതൊരു ഇന്റർവ്യൂല് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് പേര് ഈ 1000 കണ്ണുമായി പാട്ടൊക്കെ പാടി പുറത്തു കൂടെ നടക്കുന്നത് ഇതിന്റെ കാസ്റ്റിംഗിന്റെ സമയത്ത് കണ്ടായിരുന്നു. അത്രയും പേരില് ചിത്രയില് കണ്ട ഒരു പ്രത്യേകത എന്തായിരുന്നു, അതായത് ആസ് എ കാസ്റ്റിംഗ് ഡയറക്ടർ ആ ഒരു USP ഉണ്ടല്ലോ, ഇത് മതി. നമ്മൾ അന്ന് ആദ്യം കാണുമ്പോൾ ചിത്രയുടെ ഒരു സംസാര ശൈലിയും പിന്നെ ചിത്ര പാട്ട് പാടുന്ന രീതിയും ഒക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ചത്. പിന്നെയാണ് ചിത്ര പിന്നെ നല്ല ടൈമിംഗ് ഉള്ള നല്ല ആർട്ടിസ്റ്റ് ആണ് എന്നുള്ളത് പിൽക്കാലത്താണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. പിൽക്കാലത്ത് എന്ന് പറയുമ്പോൾ അഭിനയിച്ചു തുടങ്ങിയതിന് ശേഷം പ്രീ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഷൂട്ടിനൊക്കെയാണ് ചിത്ര ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്തതെന്ന് തോന്നുന്നു. നിങ്ങൾ രണ്ടുപേരും കാസർഗോഡുകാരല്ലേ? ഇതിനു മുമ്പ് കണ്ട് പരിചയമൊന്നുമില്ലല്ലോ? ഇല്ല, ഞങ്ങള് കാസർഗോഡ് രണ്ടറ്റത്താ. സിനിമ കണ്ടിട്ടുള്ള പരിചയമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഡയറക്ടറിനെ പറ്റി പറയൂ. കാരണം ഇതിന്റെ മേക്കിംഗ് വീഡിയോ, ഇതിന്റെ പാട്ടൊക്കെ വരുന്ന സമയത്ത് ചിത്രക്ക് രതീഷേട്ടൻ ഇങ്ങനെ കാണിച്ചിരുന്ന ഒരു സീനൊക്കെ ഉണ്ട് കൃത്യമായിട്ട്. ഹൗ ഇസ് ഇറ്റ് വർക്കിംഗ് വിത്ത്, അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ അറിയാവുന്ന ഡയറക്ടറാണ് രതീഷേട്ടൻ അല്ലെ? RBP യൂണിവേഴ്സ്, കംപ്ലീറ്റ്ലി വേറെ യൂണിവേഴ്സ്. ആ യൂണിവേഴ്സിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരും. ഒന്ന് പറഞ്ഞു തീരാത്ത അത്രയും ഉണ്ടല്ലോ രതീഷേട്ടനെ പറ്റിയിട്ട്. നമുക്കുള്ള അങ്ങനെയല്ല, രതീഷേട്ടനെ പറ്റി ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ ശരിയാവൂല, എന്തെങ്കിലും പറയണ്ടേ? ഇത് ഏതെങ്കിലും ഒന്ന് പറയട്ടോ, പറഞ്ഞാ തീരാത്ത അത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ട് അറിയാണേ. രതീഷേട്ടല്ലേ അത് എന്നെക്കാട്ടില് രാജേഷേട്ടൻ പറയുന്നതായിരിക്കില്ലേ നല്ലത്? നീ പറഞ്ഞോ. ഞാൻ 2 സിനിമ ചെയ്തിട്ടുള്ള അനുഭവത്തില് രതീഷേട്ടൻ ഒരു രക്ഷയില്ല. കാരണം എല്ലാ രതീഷേട്ടന് ഇപ്പൊ ഡയറക്ഷൻ മാത്രമല്ല, നല്ലൊരു ആക്ടർ കൂടിയാണ്, അതുപോലെ നല്ല പ്രൊഡക്ഷൻ ഡിസൈനർ ആണ്, അതുപോലെ എന്താ പറയുക റൈറ്ററാണ്, ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്. തമാശയാണോ കാര്യമാണോ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല. പിന്നെ ഇപ്പൊ നമ്മേല് ഭയങ്കര ടെൻഷനിലെല്ലാം ചെയ്യുന്ന ആദ്യമായിട്ടില്ല, കുറെ ആൾക്കാരില്ല പുതിയത്. അപ്പൊ എല്ലാരും ഇപ്പൊ മഞ്ജു അല്ലേ, മഞ്ജു ആ ഒരു സീൻ മാത്രല്ലേ കണ്ടിട്ടുള്ളൂ. സോറി, ഫേമസ് ആയെന്നെ അറിയില്ല, അങ്ങനെയല്ല മഞ്ജു മഞ്ജു. അപ്പൊ അത് കട്ട് ചെയ്തോ മഞ്ജു അതില് അപ്പോലെ രതീഷേട്ടൻ ഇത് മാത്രല്ല, എല്ലാ രതീഷേട്ടൻ്റെതായ കാര്യങ്ങൾ അല്ല, രതീഷേട്ടന് ചില പെട്ടെന്ന് അല്ലെ സ്ക്രിപ്റ്റിലല്ലാത്ത ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളത് അഭിനയിച്ച് കാണിച്ചു തരലുണ്ട്. ഇത് മാത്രമൊന്നല്ല എന്ന് ഞാൻ പറയുന്നത്, കൊറേ ഇനി വരാനുണ്ട്. രതീഷേട്ടന് ഒരു
കൺട്രി ആണെന്ന് ഒരു പ്രസ്ഥാനം കൺട്രി ഞാൻ ആദ്യം പ്രസ്ഥാനം പറയാൻ വന്നതാണ് പിന്നെ അത് അത് സ്ഥിരമല്ലേ എന്ന് തീരല്ലേ ഇതേപോലെ ദിലീഷേട്ടനെ കുറിച്ച് ചോദിച്ചാലോ? ദിലീഷ് പോത്തെ ദിലീഷ് പോത്തിനെ കുറിച്ച് ചോദിച്ചാൽ ഡയറക്ടർ ആയിട്ടെ ഡയറക്ടറായിട്ട് പിന്നെ ദിലീഷ് പോത്തനും ഭയങ്കര അന്യായ ഡയറക്ടറാണ്. ഞാൻ രാജേഷേട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ദിലീഷ് പോത്തനെ കാണുന്നതിന് മുമ്പും കാണുന്നതിന് ശേഷവും എനിക്ക് സിനിമയെ കുറിച്ച് ഒരുപാട് ധാരണകൾ മാറിയിട്ടുണ്ട്. നമ്മൾ തുടക്കകാലല്ലേ ഞാൻ ഇങ്ങനെ സിനിമ പഠിച്ച് തുടങ്ങുന്ന സമയത്താണ് മറ്റേ അതിനു മുമ്പ് എഴുത്തും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പോത്തണ്ണെ കണ്ട് പോത്തണ്ണ അത് ഒരു സിനിമയോടുള്ള പോത്തണ്ണൻ്റെ അപ്രോച്ച് നമ്മളുടെ കാഴ്ചപ്പാടിനെ മാറ്റിയിട്ടുണ്ട്. പിന്നെ അന്ന് ഇത്രയും പോലീസുകാരെ വെച്ച് സിനിമ ചെയ്യാം, പോലീസുകാരെ തന്നെ കാസ്റ്റ് ചെയ്യാം എന്ന് ഒരു ദിവസം പറയുമ്പോൾ ഞാനത് വെറുതെ പറഞ്ഞായിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാനതിനെ കുറിച്ച് കേട്ടെ. പിന്നെ അത് പ്രാക്ടിക്കലാക്കുന്ന ഒരു അന്ന് ഇപ്പോൾ അത് ചിന്തിക്കാൻ പറ്റും. പക്ഷെ തൊണ്ടി മുതൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനത്തെ ഒന്നും ഇമാജിൻ ചെയ്യാൻ പറ്റില്ലായിരുന്നു. പോലീസുകാരെ കാസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ വിചാരിച്ചിരുന്നു, പോലീസുകാരെ തന്നെ കാസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നൊക്കെയുള്ള കാര്യം. അത് അങ്ങനെയുള്ള പിന്നെ വർക്കുകൾ, അങ്ങനെയുള്ള തീരുമാനങ്ങൾ, കൺവിക്ഷൻസ്, പിന്നെ ഒരു സ്ക്രിപ്റ്റിനോടുള്ള ഇടപെടൽ, അതൊക്കെ ദിലീഷ് പോത്തൻ മാസ്റ്ററാണ്. മാസ്റ്റർ ക്ലാസ് എല്ലാവർക്കും പറഞ്ഞും തരാറുണ്ട് പുള്ളി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുള്ളിയും ശ്യാമേട്ടനും ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത് സംസാരിക്കാറുണ്ട്. അതൊരു മാസ്റ്റർ ക്ലാസ് തന്നെയാണ്. അത് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. എന്നാ അങ്ങനെ ശ്രദ്ധിച്ചേട്ടാ കുറച്ച് കാര്യങ്ങൾ പറ. ഈ സിനിമ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അവർക്കത് ഹെൽപ്ഫുൾ ആവില്ലേ? ഞാൻ ശ്രദ്ധിച്ച് പോത്തനം കേട്ടിട്ട് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നല്ലേ, വേണം കേട്ടോ പഠിച്ചോ അങ്ങനെ അല്ല. പിന്നെ ഞാനിത് അല്ല, പോത്തന്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ പഠിക്കാം, അങ്ങനെ പറയുന്ന കാര്യങ്ങളല്ല. എനിക്ക് ഭയങ്കര ഓക്കെ. നമ്മൾ അടുത്ത ഡയറക്ടറിലേക്ക് പോകുന്നു, ബേസിൽ ജോസഫ്. ബേസിൽ നമ്മളൊക്കെ മറ്റേ എന്താ ഒരു സമയത്താണ് ഷോർട്ട് ഫിലിമൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടാകും. ബേസിൽ ഭയങ്കര പ്രൊഫഷണലും ഭയങ്കര എന്താ ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര ആയതുകൊണ്ട് ബേസിൽ ഇങ്ങനെ ഓരോ പടം കഴിയുമ്പോഴും വേറെ വേറെ ലോകത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ഡയറക്ടറാണ്. ബേസിലൂടെ വർക്ക് ചെയ്യാൻ നല്ല രസമാണ്. എന്തായാലും പടം വർക്കാണ്. ആക്ടർ ബേസിൽ നമുക്കറിയാലോ ഭയങ്കര ചിരിയും കളിയൊക്കെയാണല്ലോ. ഞാൻ ആ മിന്നൽ മുരളിയിലെ കുറച്ച് ദിവസങ്ങളിൽ കുറച്ചെന്ന് പറഞ്ഞാൽ മാറാലഹയൊന്നും അത്ര സിമ്പിൾ അല്ലല്ലോ. കുറുക്കമൂലയുടെ കോൺസ്റ്റബിളിന് കുറച്ച് ദിവസം ഉണ്ടായിരുന്നല്ലോ. എനിക്ക് അത്ര ദിവസങ്ങളൊന്നും ഉണ്ടായിരുന്നു. ഒരു 10-15ഓളം ദിവസങ്ങളാണ് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ സീൻ ചെയ്യുമ്പോൾ നമ്മൾ ആക്ടറായിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ ആ പരിസരത്തേക്ക് അടുക്കാന്നുള്ള അല്ലാണ്ട് മറ്റേ ആ പരിസരത്ത് അങ്ങനെ ചെന്ന് നിന്ന് അലമ്പുണ്ടാക്കുക അങ്ങനെയൊക്കെയുള്ള പരിപാടികളില്ല. ഒതുങ്ങി നിൽക്കുക എന്നുള്ളതാണ്. കാരണം അവിടെ വലിയ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വെറുതെ അതിൻ്റെ ഇടയിൽ പെട്ടിട്ട് വെറുതെ ബേസിൽ ഞാൻ ആദ്യമായിട്ടാണ് കുറച്ച് അങ്ങനെ എക്സ്പ്രസീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും അങ്ങനെ ആയിരിക്കാം, എന്നാലും എനിക്ക് അന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കുറച്ച് പറഞ്ഞു ഫലിപ്പിക്കേണ്ട പോലത്തെ ഒരു ഡയലോഗ് ഒക്കെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിത് ഓവറാവോ എന്നുള്ള ഭയങ്കര പേടിയുണ്ടായിരുന്നു. കൺക്ലൂസീവായ എവിഡൻസ് മാറാലഹ അതൊക്കെ ഓവറാവോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. പക്ഷെ ബേസിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും. ഇല്ല, ഓവറായാൽ കുഴപ്പമില്ല, ഓവർ ആയാൽ തോന്നൂല എന്നൊക്കെ പറഞ്ഞിട്ട് ബേസിൽ അങ്ങനെ കംഫർട്ടബിൾ ആക്കും. പിന്നെ ഇപ്പോൾ ബേസിലിൻ്റെ കൂടെ അഭിനയിക്കാൻ പോകുന്നുണ്ട് ഞാൻ. എനിക്ക് ബേസിലിൻ്റെ കൂടെ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അതടുത്ത പടത്തിൽ. കോൺസ്റ്റബിളിനോട് ചോദിക്കട്ടെ, മിന്നൽ മുരളി 2 എന്തായിട്ടു? മിന്നൽ മുരളി 2 എനിക്ക് ഒരു പിടിയില്ല അതിനെ കുറിച്ചിട്ട്. കോൺസ്റ്റബിൾ ഇല്ല ഇതിന്റെ അകത്ത്? എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ട്, നല്ലോണം നിർബന്ധിക്കുന്നുണ്ട്. ഒന്നും അറിയിച്ചിട്ടില്ല. ഇല്ല അതിന്റെ അങ്ങനെ അത് വലിയ ആലോചനകളിലേക്ക് എത്തിയില്ല എന്ന് തോന്നുന്നു. ഇങ്ങനെ ഇരുന്ന് ആലോചിക്കേണ്ട ലെവലിലേക്ക് ആയില്ല എന്ന് തോന്നുന്നു. അത് ഇപ്പോൾ പുള്ളി മറ്റേ വേറെ
വലിയൊരു പടത്തിന്റെ ഹിന്ദി പടത്തിന്റെ തിരക്കിലാണ്. ഇതിപ്പോ പറയുമ്പോ ഉണ്ടല്ലോ ആരും പറയാത്ത പോലെ ഇങ്ങനെ ഭയങ്കര അത് മറ്റേ പ്രമുഖ നടന്റെ എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്, പക്ഷെ എല്ലാവർക്കും കാര്യം അറിയാന്നുള്ളതാണ് സത്യം. അതൊരു ഭയങ്കര അത് ഒരു ഭയങ്കര വലിയ ന്യൂസ് ആയത്. ഞാൻ തന്നെ അത് വൻ സെറ്റ് ആക്കി കളഞ്ഞു. അതിന് പബ്ലിക് ഞാനത് പറഞ്ഞ് പബ്ലിക് അത് കണ്ടില്ല ഇന്റർവ്യൂ ഒന്നും. ഞാൻ പറഞ്ഞു അവൻ അവന്റെ സിനിമ സബ് ടൈറ്റിൽ ഇട്ട് കാണേണ്ടി വരും. പഠിക്കും അതൊന്നും ബേസിൽ ഒരു പ്രശ്നമാവില്ല. അതില് ആരാണെന്നറിയോ, സിജു വിൽസൺ പറഞ്ഞൊരു ഈ അടുത്തൊരു ഇന്റർവ്യൂല് പറഞ്ഞാണ് ബേസിലിന് ശരിക്കും ഹിന്ദി അറിഞ്ഞൂടെ, സിജു ആണെന്ന് തോന്നുന്നു, ഹിന്ദി അറിഞ്ഞൂടെ എന്ന് ആരോ ചോദിച്ചപ്പോ പറഞ്ഞാണ് ബേസിലിന് സിനിമ അല്ല ടോവിയോട് ചോദിച്ചത് ഹിന്ദി അറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ടോവി പറഞ്ഞ ഒറ്റ വാക്കിൽ ഉത്തരം ബേസിലിന് സിനിമ അറിയാലോ എന്ന്. കറക്റ്റ് ആൻസർ ആയിരുന്നു, അത് പെർഫെക്റ്റ് ആൻസർ ആയിരുന്നു. ഓക്കെ, അപ്പൊ മിന്നൽ മുരളി നമ്മൾ വിട്ടു. രാജേഷേട്ടനെ കാണുമ്പോഴേ ഭയങ്കര അപ്രോച്ചബിൾ ആയിട്ടുള്ള, അതായത് സാധാരണ ഒരു സ്റ്റാറിനെ കാണുമ്പോൾ ഒരു ആക്ടറിനെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു പിൻവലിയലില്ലേ, അത് തോന്നാറില്ല. അതായത് നമുക്ക് ഭയങ്കര അപ്രോച്ചബിൾ ആണ് എന്ന് തോന്നാറില്ല, നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആരെയോ പോലെ തോന്നുന്ന അങ്ങനെ ആളുകൾ പെരുമാറാറുണ്ടോ പുറത്തിറങ്ങുമ്പോ? അങ്ങനെ തന്നെ പെരുമാറാറ് ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്നൊരു അങ്ങനെ സിനിമ അല്ലേ ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വലിച്ചു കൊണ്ടുപോകും. അങ്ങനെ ഒരു പരിഗണന തരാറില്ല. അങ്ങനെ പിടിച്ച് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് പോയിക്കോ അപ്പൊ കഴിഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞേക്ക് അങ്ങോട്ട് തിരിഞ്ഞേക്ക്. അങ്ങനെ എന്തെങ്കിലും രസമുള്ളൊരു മെമ്മറി എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർ ഇപ്പൊ ഈ അമ്മമാരൊക്കെ ഉണ്ടാവില്ല അങ്ങനെ വരുന്നത്? എനിക്ക് കുറെ കുട്ടികള്, ചെറിയ കുട്ടികള്, പിന്നെ മിന്നൽ മുരളിയിലെ പോലീസ് ഒക്കെ പറഞ്ഞിട്ട് വരും. അതൊക്കെയാണ് എൻ്റെ ഇത്രയും കുട്ടികൾ ഇങ്ങനെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ്റെ വേഷവും മിന്നൽ മുരളിയിലെ വേഷവും പറഞ്ഞിട്ട് കുറെ കുഞ്ഞുങ്ങൾ വന്നിട്ട് സംസാരിക്കും. കുട്ടികൾ ചേട്ടാ ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട്. അതാണ് എനിക്ക് അതിപ്പോൾ കഴിഞ്ഞ ആഴ്ചയും കൂടി അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു കൂട്ടം കുട്ടികൾ, ചെറിയ കുട്ടികൾ, എനിക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടറുകളൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എനിക്കറിയില്ലായിരുന്നു. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈ കാരിക്കേച്ചർ ഫീൽ ആണല്ലോ എല്ലാ ക്യാരക്ടേഴ്സിനും. എല്ലാം കാണുമ്പോ രാജേഷേട്ടനെ കാണുമ്പോ അങ്ങനെ ഒരു ഫീലാണ്. അതായത് നമുക്ക് എത്ര സീരിയസ് ആയിട്ട് ചെയ്താലും ഇപ്പൊ മാറാലഹൊക്കെ പറയുമ്പോഴും രാജേഷേട്ടൻ പറയുന്നത് കോൺസ്റ്റബിൾ പറയുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടാണല്ലോ, പക്ഷെ ഞങ്ങൾക്കാണല്ലോ തമാശ. എനിക്ക് വില്ലൻ വേഷമൊക്കെ ചെയ്യാനുള്ളതാ, ചെയ്യണം, സീരിയസ് ആയി യു കൻ ഡു ഇറ്റ്. അന്ന് ഞാൻ സീരിയസ് ആയിരിക്കും ചിരിക്കാൻ പാടില്ല. അതൊരു വലിയ ചലഞ്ചാണ്. അത് ഞങ്ങൾക്കും കൂടെ കുറച്ച് ചലഞ്ചിങ് ആണ്. അത് വിൽ ട്രൈ. ചിത്രയ്ക്ക് ഈ പറഞ്ഞ പോലെ, ചിത്രയും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, കാസർഗോഡ് നിന്ന് ഇവിടെ വരെ വന്ന് ഈ സിനിമയുടെ ഒരു സെറ്റിൽ വന്ന് നിൽക്കുന്ന പോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എന്ന്. പക്ഷെ ഇപ്പോ ചെറിയ ക്യാരക്ടർ ആണെങ്കിലും സുമലത ടീച്ചർ ആയിട്ട് തന്നെ നമുക്ക് ഒരൊറ്റ സിനിമയിൽ തന്നെ നമുക്ക് എല്ലാവർക്കും രജിസ്റ്റർ ആയി ഫേസ്. അപ്പൊ ഇപ്പൊ ആളുകള് അടുത്ത് വരുമോ വർത്താനം പറയുകയോ ഒക്കെ ചെയ്യുമ്പോ ഹൗ ഡു യു ഫീൽ? ആദ്യം ഇതുപോലെ തന്നെ പാട്ട് പാടും ചിലപ്പോ, അങ്ങനെയല്ല പാട്ട് പാടി ഞാൻ നടക്കുമ്പോ ചിലപ്പം സുമലത ടീച്ചർ അല്ലേന്ന് ചോദിക്കുന്നതിനെക്കാട്ടിലും സുരേഷിന്റെ കെയറിങ് സുരേഷിന്റെ സുമലത അല്ലേ എന്നില്ല ഇങ്ങനെ കമന്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്യല്. അതൊക്കെ സന്തോഷമുണ്ട്, നല്ലോണം സന്തോഷമുണ്ട്. മുമ്പല്ലേ ഒന്നും അറിയാത്ത ഞാൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ ക്യാരക്ടറിലൂടെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. ഈ ഫോട്ടോയിൽ എടുക്കാൻ വിളിക്കുന്ന സമയത്ത് ചമ്മല് ഫീൽ ചെയ്യും. ചിലപ്പോൾ ഞാൻ എനിക്ക് എന്നെ വിളിക്കുന്നത് ഞാൻ ബേക്കോട്ടെല്ലാം നോക്കും. ചില സമയത്ത് ആൾക്കാരുടെ ഇടയിലെല്ലാം നടക്കുന്ന സമയത്ത് എന്നോട് ചിരിക്കുമ്പോൾ ഞാൻ ഞാൻ ചേട്ടൻ എന്നെ ഇങ്ങനെ പരിചയം ഞാൻ ചോദിക്കും. അപ്പൊ പെട്ടെന്ന് ഞാൻ ഇത് ചിന്തിക്കയില്ല. അങ്ങനെ കൊറേ സിനിമയൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഈ ഒരു ഇതിൽ ചെയ്തിട്ടില്ലോ. അതുപോലെ സുമലതയല്ലേ ഞാൻ പറഞ്ഞു അങ്ങനെ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ചിരിക്കും. ചമ്മലുണ്ട് ഇത്. പിള്ളേരൊക്കെയോ ടീച്ചറായിരുന്നില്ലേ? പിള്ളേരൊക്കെ ഞാന് അന്നേരം തന്നെ സ്കൂളിൽ അതിന് ശേഷം പോയെങ്കിൽ എന്റെ പാട്ടിനെ പറ്റി പിള്ളേർക്ക് നല്ല അഭിപ്രായം. പാട്ട് പാടുമായിരുന്നോ? ഇല്ല, നല്ല അഭിപ്രായം ആകുമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഇല്ല, നല്ല ഞാനൊന്ന് എന്നെ ട്രോൾ ചെയ്താന്ന് മനസ്സിലായിട്ടില്ല അല്ലെ? ഇതാണ് ചിത്ര കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ സീരിയസ് ആയിട്ട് എടുക്കും. സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറയുമ്പോൾ കോമഡി ആയിട്ട് എടുക്കുന്നത് അല്ല. ഞാൻ സത്യത്തിൽ സാരല്ല അല്ല, അങ്ങനെയല്ല. പാട്ട് പോലും ഞാൻ പാട്ടൊന്നും പോയി ഒരു കുറച്ച് ആൾക്കാരുടെ മുമ്പിൽ ഇത് സംസാരിച്ചിരുന്നില്ല. ഇങ്ങനെ നമ്മളെ ഫ്രണ്ടിന്റെ കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചറപറ പറയുന്ന ആളാ ഞാൻ.
ഞാനിങ്ങനെ എല്ലായിടത്തും പോയി പാട്ടെല്ലാം പാടുക എന്നെല്ലാം പറയുന്നത് എനിക്ക് ഇപ്പോഴും കൂടി വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അല്ലേ? പാവട്ടോ. രാജു ചേട്ടാ, ഫാമിലിയില് അച്ഛനും അമ്മയും ഒക്കെ തനി നാട്ടുമ്പുറത്തുകാരെ ഒരു വല്ലപ്പോഴാണ് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതൊക്കെ വളരെ വിരളമാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിപ്പോ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനും ഇന്നാത്താൻ കേസോടാന്ന് തോന്നുന്നു തിയേറ്ററിൽ കൊണ്ടേ കാണിച്ചേക്കുന്നത് അല്ലെ? അത് കണ്ടിട്ടുള്ള ഇവരുടെ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, എങ്ങനെയുണ്ടായിരുന്നു? എന്താ പറഞ്ഞവരൊക്കെ? അച്ഛനും അമ്മക്ക് ഭയങ്കര സന്തോഷമാണ്. അമ്മക്ക് ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അമ്മക്ക് സന്തോഷമാകും. അമ്മ എൻ്റെ മറ്റേ അമ്മയാണല്ലോ. അതെ. പിന്നെ അച്ഛൻ ആദ്യം എന്തോ പിന്നെ ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് വാശിയൊക്കെ, അച്ഛനാണല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ലേ ഈ സിനിമ എടുക്കുന്നത്. അപ്പൊ അച്ഛനും മറ്റേ അയ്യോ ഇമോഷണൽ ആണല്ലോ എന്നല്ലേ വിചാരിച്ചിട്ട് അച്ഛൻ ആയിട്ട് ചെറിയ ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഒന്ന് പെർഫോം ചെയ്യുമ്പോൾ അച്ഛൻ വരും. പിന്നെ വന്നിട്ട് മറ്റേ മസിലൊക്കെ പിടിച്ച് നടക്കും. പക്ഷെ ഇഷ്ടമായിട്ടുണ്ടാവും ഭയങ്കര. അത് നമ്മളെ കാണിക്കാതെ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ടാവും അച്ഛൻ. അച്ഛന് ഇഷ്ടമായി, കൊള്ളാം, പങ്കുണ്ട്, അങ്ങനെയൊക്കെയാണ് അച്ഛൻ നമ്മളോട് പറയുള്ളൂ. പക്ഷെ അച്ഛൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ല, ഇത് ഇപ്പോഴാണ് ഇത് എൻജോയ്മെന്റ്. ആദ്യം ഇത് പറയുമ്പോ, അതായത് ഇത് വിഷ്വൽ മീഡിയ, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, വിഷ്വൽ മീഡിയ അല്ലേ പഠിച്ചത്, അത് പഠിക്കാനായിട്ട് ഇങ്ങോട്ട് പോരുമ്പോഴും സിനിമയാണ് പ്ലാൻ എന്ന് പറയുമ്പോഴൊക്കെ പ്രത്യേകിച്ച് അത്രയും റൂറൽ ആയിട്ടുള്ള സ്ഥലത്ത് നിൽക്കുന്ന പാരന്റ്സ് അംഗീകരിക്കണമെന്നില്ല. നമ്മള് കുറച്ചു കാലം മുന്നേ ആണെങ്കിലും ഇവിടെയുള്ള പാരന്റ്സിനോട് പറഞ്ഞാലും അവർ ചിലപ്പോൾ ശ്രദ്ധിക്കണമെന്നില്ല. അച്ഛൻ കുറച്ച് സെൻസിബിൾ ആയിരുന്നു. എനിക്ക് എങ്ങനെയാണത് അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അമ്മക്ക് കാസർഗോഡിന് പുറത്തൊരു ലോകമുണ്ടെന്നേ അറിയില്ല എന്നുള്ള പോലെയാണ് അമ്മ. അച്ഛൻ എങ്ങനെയോ അച്ഛൻ കുറച്ച് സെൻസിബിൾ ആയിട്ട് തന്നെയാണ് നമ്മളോട് പെരുമാറിയിട്ടുള്ളത്, മക്കളുടെ കാര്യത്തിലൊക്കെ ഇടപെട്ടിട്ടുള്ളത്. അപ്പം ഭയങ്കര ചെറിയ വീടും ഭയങ്കര പിന്നെ സാമ്പത്തികമായിട്ട് അങ്ങനെ പിന്നെ ഒന്നുമില്ലാത്ത ഒരു ഫാമിലിയാണ്. അച്ഛൻ മാത്രം ജോലി ചെയ്തിട്ടുള്ള വരുമാനമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അച്ഛൻ മാതൃഭൂമിയൊക്കെ വായിക്കുമായിരുന്നു, മാതൃഭൂമി വീക്കിലിയൊക്കെ വായിക്കുമായിരുന്നു എപ്പോഴും, ഇടയ്ക്കൊക്കെ നമുക്ക് വീക്കിലിയൊക്കെ വായിക്കണമെങ്കിൽ പിന്നെ വേറെ ലെവലാണ്. അച്ഛൻ ഒരു സെൻസിബിലിറ്റി ഉണ്ട് അച്ഛൻ. എന്നെ ചെറുപ്പത്തിലേ മറ്റേ മഹാഭാരത കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടാണ്. പിന്നെ അത് പറയുമ്പോൾ പുള്ളി അത് കഥയാണ് എന്ന് പറഞ്ഞിട്ട് പറയുമായിരുന്നു. ആ സെൻസിബിലിറ്റി എന്നോട് മറ്റേ നമ്മൾ വിശ്വാസത്തിനൊക്കെ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെ അങ്ങനെ തന്നെ ഡീൽ ചെയ്യുമായിരുന്നു പുള്ളി. അത് ഞാൻ ചെയ്യുന്നുണ്ട്, നിനക്കൊന്നും വേണമെങ്കിൽ ചെയ്യാം, നിനക്ക് വേണ്ടാന്ന് വെക്കാം, വേണമെന്ന് വെക്കാം, അങ്ങനെയൊക്കെ നമ്മളോട് ഇടപെടുമായിരുന്നു. അപ്പോൾ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഡിഗ്രി വരെ നാട്ടിലൊരു നല്ല കുട്ടി എന്നൊക്കെ ഉള്ള പേരുണ്ടായിരുന്നു എനിക്ക്. അത് ഞാനിങ്ങനെ പാസ്റ്റ് ടെൻസാ കുറച്ച് കാലഘട്ടങ്ങളിൽ മുമ്പ്. അപ്പോൾ അതിങ്ങനെ ഒരു സമയത്ത് മറ്റേ അച്ഛൻ, ഞാൻ നാട്ടിൽ തന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് വേറെ പണിക്കൊന്നും പോകാതെ ഞാൻ നാട്ടിൽ ഇങ്ങനെ നിൽക്കും എന്ന് അച്ഛന് തോന്നി. ഇത് കാലക്കേടാണെന്ന് തോന്നിയതുകൊണ്ട് സംതിങ് ഫിഷി എന്ന് അച്ഛന് മനസ്സിലായി. അച്ഛൻ അത് പെട്ടെന്ന് മനസ്സിലാക്കിയതാ. അങ്ങനെ എന്നെ മറ്റേ അച്ഛനാണല്ലോ അങ്ങനെ അച്ഛൻ എന്നെ പിന്നെ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്നും ആയിരുന്നില്ല ഞാൻ പഠിച്ചത്. എനിക്ക് അങ്ങനെ എന്ത് പഠിക്കണമെന്നോ, എങ്ങനെ ഇപ്പം ഗവൺമെൻറ് കോളേജിൽ പോയി കഴിഞ്ഞാൽ എന്താണ് ഗുണം, ബാക്കിയുള്ളടത്ത് പോയി കഴിഞ്ഞാൽ എന്താ ഗുണം എന്നൊന്നും പറഞ്ഞു തരാൻ നമുക്കൊന്നും അങ്ങനെ ആൾക്കാരുണ്ടായിരുന്നില്ല, അറിയില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു കോഴ്സിന് കിട്ടി. അച്ഛൻ അഫോർഡ് ചെയ്യാനേ പറ്റാത്തൊരു എമൗണ്ടിലാണ് കോഴ്സ് പഠിക്കാൻ വരേണ്ടത് ഞാൻ. പക്ഷേ അച്ഛന് നമ്മളോടുള്ളൊരു വിശ്വാസമൊക്കെ കാരണം അച്ഛൻ എന്നെ അത് പഠിക്കാൻ വിട്ടു. പിന്നെ ഞാനത് പകുതിക്കൊക്കെ നിർത്താനൊക്കെ പോയിരുന്നതാണ്. അതിങ്ങനെ നടന്നു പോയതാണ്. പിന്നെ സ്പോൺസറും പരിപാടികളൊക്കെ ആയിട്ട് നടന്നു പോയതാണ് PG. അത് കഴിഞ്ഞിട്ട് എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ജോലിയും കഴിഞ്ഞിട്ട് അപ്പം ഇവിടെ വന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി ഇനി പിന്നെ ഇറങ്ങാം എന്നൊക്കെ ഉള്ളൊരു തീരുമാനമൊക്കെ എടുക്കുക. പക്ഷെ അത് അച്ഛനോടോ അല്ലെങ്കിൽ ആരോടും നമ്മൾ സിനിമ താല്പര്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത്, സിനിമയാണ്, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അതിപ്പോൾ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാർക്ക് അറിയാം ഇവർ ചെറിയ ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ള കുറച്ച് ആൾക്കാർക്ക് അറിയാം. അങ്ങനെയുള്ള ഒരു സൈഡിൽ അതുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ ഇനി വേറെ പണിയെടുക്കാൻ തോന്നാത്ത പോലെ ശരിക്കും വേർപ്പിൻ്റെ അസുഖം ബാധിച്ചു സത്യം. അങ്ങനെ പിന്നെ ഞാൻ എല്ലാം അതാ കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം. എനിക്ക് പ്രശ്നമുണ്ടോ അതാ അങ്ങനെ ഒരു സമയത്ത് ഞാൻ പിന്നെ സിനിമ എന്നുള്ള രീതിയിൽ നിന്നു. അന്ന് ഒരുപാട് കാലം ഇവർക്ക് വേറെ വരുമാനമൊന്നുമില്ല, ഞാൻ നോക്കേണ്ട സമയമൊക്കെ ആയി. സാധാരണ മക്കളുടെ
ഞാൻ നോക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു വരെ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, ഈ ആഗ്രഹം പറഞ്ഞിട്ട് ഇങ്ങനെ സിനിമ എന്ന് പറഞ്ഞിട്ട് നിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവസാന ഒരു ഘട്ടത്തിൽ അച്ഛൻ ഒരു ദിവസം എന്നോട് പറഞ്ഞിരുന്നു, മറ്റേ അതുവരെ സഹിച്ചു, ഭയങ്കരമായിട്ട് സഹിച്ചു. അവസാന ഒരു ഘട്ടത്തിൽ പറഞ്ഞു, ഇത് ഇങ്ങനെ പോയാൽ പറ്റുമെന്ന് തോന്നില്ല, എനിക്ക് തീരെ പറ്റാണ്ടായി ജോലി ചെയ്യാൻ, നീ എന്തെങ്കിലും നോക്കിയാലേ ശരിയാവുള്ളൂ. ഞാൻ പറയിപ്പിച്ചു അത് അച്ഛനെ കൊണ്ട്. അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഒരിക്കൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലാ സമയത്തും അച്ഛനെ എന്തെങ്കിലും ഇവൻ രക്ഷപ്പെടുമായിരിക്കും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു അത്. പക്ഷെ ഇപ്പൊ ഹാപ്പിയാണ്. എന്നിട്ട് ഇത് എന്താ മാറിയേ? അത് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു മാറ്റം, പെട്ടെന്നൊരു മാറ്റം ഉണ്ടായിരുന്നു? അയ്യോ, അങ്ങനെ മാറാൻ പറ്റാൻ ഇത് മറ്റേ ഇതല്ലല്ലോ, സിനിമയിൽ നമ്മൾ ചാൻസ് നോക്കി നടക്കല്ലേ. നമ്മളുടെ കയ്യിലൊന്നും അങ്ങനെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. മാറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോയിട്ട് ചാൻസ് അങ്ങനെ ആരോട് പറയാൻ. അങ്ങനെയൊന്നും നടന്നില്ല. പക്ഷെ സ്വാഭാവികമായ രീതിയിൽ നമ്മൾ അത്രയും സമയം അതിൽ ചെലവഴിച്ചതുകൊണ്ട് എന്തൊക്കെയോ നടന്നു ഇപ്പൊ ഇവിടെ ഇരിക്കുന്നു. ഇപ്പൊ നമ്മുടെ സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയ കഥയുടെ ഒരു USP ചോദിച്ചാ എന്താ പറയാ? അതർ ദാൻ ദീസ് ക്യാരക്ടേഴ്സ്, നമുക്ക് പരിചയമുള്ള ക്യാരക്ടറാണ്. ഓഫ് കോഴ്സ് ഗന്ധർവന്റെ ലുക്കിൽ ഞങ്ങൾ കുഞ്ചാക്കോവിനെ കാണുന്നുണ്ട്. കുഞ്ചാക്കോ വന്ന് നിങ്ങളുടെ പ്രണയം സെറ്റാക്കി തരുന്നതാണ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത്. കുഞ്ചാക്കോവൻ ഈ സിനിമയുടെ ഐശ്വര്യം എന്നതാണോ നിങ്ങൾ ആ പോസ്റ്ററിൽ ഉദ്ദേശിച്ചേക്കുന്നത്? തീർച്ചയായിട്ടും കുഞ്ചാക്കോവൻ ഒരു വലിയ കിരീടം വെക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇതാണ് കിട്ടിയത്. ആ തലക്ക് കിട്ടിയത് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു, പുള്ളിനെ ആ ലുക്കിൽ കൊണ്ടുവന്നില്ലേ? നൈസ്. അതല്ലാണ്ട് ഇതൊന്നും അല്ലാണ്ട് നിങ്ങളെ രണ്ട് ക്യാരക്ടേഴ്സ് അല്ലാണ്ട് ഒരു USP, സിനിമയുടെ ഒരു രസം ഒരുപാടുണ്ട്. സുധീഷ് ചേട്ടൻ സുധീഷേട്ടൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ലുക്ക് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന സുധീഷേട്ടന്റെ ലുക്കാ. നല്ല രസമുണ്ടായിരുന്നു. അതെ, സുധീഷേട്ടനും ജിനിച്ചേട്ടന്റെ ലുക്ക് ഭയങ്കര രസമുള്ള ലുക്കാണ്. സുധീഷേട്ടന്റെ ഒക്കെ ഗംഭീര പെർഫോമൻസ് കാണാന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഞാൻ സുധീഷേട്ടനെ പറയുന്ന സുധീഷേട്ടൻ ഇങ്ങനത്തെ ക്യാരക്ടർ അധികം വേറെ ചെയ്തിട്ടില്ല എന്നാണ്. ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. കണ്ടിട്ട് പുള്ളി ഇങ്ങനെ ചെയ്തിട്ട് ഞങ്ങളും എവിടെയും കണ്ടിട്ടില്ല. അപ്പം അത് കാണാനൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ ഇത് നമ്മൾ സ്ഥിരം കാണുന്ന പാറ്റേണിലുള്ളൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരിക്കില്ല. അതാണ് ഭയങ്കരമായിട്ടുള്ള USP. പിന്നെ നിന്ന് ചിരിക്കാലോ, ഇരുന്നിട്ടല്ലേ ചിരിക്കാൻ പറ്റൂ. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ വിട്ടത്. എനിക്ക് എന്റെ ക്യാമറമാനോട് അതൊന്ന് കട്ട് ചെയ്യും, അത് കേട്ടായിരുന്നോ? പറയാനും പാടില്ലാത്തതാണ്. അത് ആൾക്കാർ ചിരിച്ചിട്ടേ പറയാൻ പാടുള്ളൂ എന്നാണ്. നിന്ന് ചിരിക്കും എന്ന് പറഞ്ഞപ്പോ ഇരുന്നിട്ടല്ലേ ചിരിക്കാം. സാധാരണ ഞാനിതൊക്കെ ഇവിടെ പറയുമ്പോ ഇവരെന്നെ അടിക്കാൻ വരാറുണ്ട്. ഇപ്പൊ ഒരു നായിക ഇരുന്ന് പറയുന്നു. ഇങ്ങനെയാണ്, എന്ത് ചെയ്യാനാന്നൊക്കെ അല്ലേ? ടീച്ചർ ഇങ്ങനെയാ. അതാണ് ഇതൊക്കെയാണ് പ്രണയത്തിന്റെ ഒരു ഫാക്ടർ അല്ലെ? എന്തിനും കൂടെ നിക്കുന്നല്ലേ പറഞ്ഞ സുരേഷ് ചേട്ടാ? കോംപ്രമൈസ് ഇല്ല അതില്. ഞങ്ങളുടെ ക്യാമറമാന്റെ റിക്വസ്റ്റ് അതാണ് പറഞ്ഞത്. ഞാൻ മതിയാക്കി നിർത്തുന്ന് പറഞ്ഞായിട്ടാണ് ഞാൻ കേട്ടേട്ടാ. അത് അങ്ങനെയാണ് പറഞ്ഞത്. ഓക്കെ. ഇത് പറഞ്ഞ റൊമാൻറ്റിക് ഒരു റിക്വസ്റ്റ്, ബിഹൈൻഡ് ക്യാമറ ഒരു റിക്വസ്റ്റ് വന്നതാ. റൊമാൻറ്റിക് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിന്ന് ഇങ്ങനെ റൊമാൻറ്റിക് ആവാനൊന്നും പറ്റില്ല. നീ വീണ്ടും നീ അതാ ഞാൻ മിസ്സാക്കി. നിന്ന് റൊമാൻറ്റിക് ആവാൻ പറ്റൂല പോലും, പിന്നെ ഇരുന്ന് റൊമാൻറ്റിക് ആവും ചെറുതായിട്ട്. ரொம்ப ഓവർ റിപ്പീറ്റേഷൻ നമ്മളത് മാറ്റി പിടിക്കേണ്ടിയിരിക്കും. കുഴപ്പമില്ല. അതെ, കഴിഞ്ഞ് ആ ഒരു ഫാനിന്റെ റിക്വസ്റ്റ് ആണ്. അവൻ രാജശേഖരന്റെ ഒരു ഭീകര ഫാനാണ്. സുമലതയോട് ഇന്ന് റൊമാൻറ്റിക് ആയിട്ട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കേ. മഞ്ജുവിനോട് റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കും. എന്റെ പൊന്നു രാജശേഖരൻ അങ്ങനൊന്നും ചെയ്യില്ല, എനിക്ക് ചിരി വരും. സത്യമായിട്ട് എനിക്ക് അവസാനം വരില്ല, അതുകൊണ്ടാണ്. എന്റെ റൊമാൻറ്റിക് അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. അല്ല, അതല്ല, എനിക്കത് പറ്റാത്തോണ്ടാണ്. രാജശേഖരങ്ങളെ കൊണ്ട് പറ്റുന്നു. സുമി ചിരിക്കുന്നു. അത്ര പോരെ? ഗ്ലിംസസ് ഓഫ് റൊമാൻസ് പോരെ? മഞ്ജു. ഞാൻ പിന്നെ
നിർത്താൻ കയ്യിൽ നിന്ന് പറ്റില്ല. വിട്ടുപോന്ന്. അതിനൊരു പ്രശ്നമുണ്ട് അതിന്. ആ ചിരിക്കാൻ മനസ്സിലായി. പറ്റില്ല, ചിരിക്കാൻ പറ്റില്ല, ചിരിച്ചാൽ ചിരി നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാല് റൊമാൻസ് ചെയ്യാൻ പറ്റില്ല, റൊമാൻസ് ചെയ്താൽ പിന്നെ നിർത്താൻ പറ്റില്ല. എന്നാലും നമുക്ക് നിർത്തേണ്ട സമയമായി. ഇപ്പൊ ഈ ഇന്ന് ഇറങ്ങാൻ പോകുന്ന ഒരു റീൽ ഉണ്ടല്ലോ, ആ റീലില് പറയുന്നത് പോലെ സുരേഷിന്റെയും സുമലതയുടെയും പ്രണയം അങ്ങ് പൂത്തുലയട്ടെ. തിയേറ്ററിൽ നിന്നും ഇരുന്നും ഒക്കെ ഞങ്ങൾ ചിരിക്കും. ചിരിച്ചിട്ട് അടുത്ത ഇന്റർവ്യൂവിന് കാണുമ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം. Thank you so much. You guys were so sweet. Thank you. താങ്ക് യു മഞ്ജു, താങ്ക് യു.